എറണാകുളം മഹാരാജാസ് കോളേജിന്റെ സ്റ്റേഡിയം പവലിയനിലെ കടമുറികളുടെ വാടക ഇനത്തിൽ കോടികൾ കുടിശ്ശിക. ഈ വർഷം ജൂൺ വരെയുള്ള കണക്ക് പ്രകാരം 3,31,00,000 രൂപയാണ് കോളേജിന് കിട്ടാനുള്ളത്. കോളേജിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട തുക പിരിച്ചെടുക്കാത്തതിന് പിന്നിൽ അധികൃതരുടെ അഴിമതി എന്നാണ് ആരോപണം. മഹാരാജാസ് കോളേജിന് കീഴിലുള്ള സ്റ്റേഡിയത്തിലെ 14-ൽ 13 കടമുറികളാണ് വിവിധ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഈ കടമുറികളുടെ വാടക വർഷങ്ങളായി കോളേജിന് ലഭിച്ചിട്ട്. ഇപ്പോൾ വാടക ഇനത്തിൽ കോളേജിന് ലഭിക്കാനുള്ളത് 3,31,00,000 രൂപ. വിവരാവകാശ രേഖകൾ പ്രകാരം 13-ൽ 11 കടമുറികളുടെയും വാടക കുടിശ്ശിക 20 ലക്ഷത്തിന് മുകളിലാണ്. ഇതിലൊരു സ്ഥാപനം മാത്രം 45 ലക്ഷം രൂപ നൽകാനുണ്ട്. വാടകത്തുക കോളേജ് വികസന പ്രവർത്തനങ്ങൾക്കും താൽക്കാലിക ജീവനക്കാരുടെ വേതനത്തിനുമായാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ തുക പിരിച്ചെടുക്കാൻ അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. നിങ്ങൾക്ക് ഈ ക്യാമ്പസിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെളിപുരണ്ട അല്ലെങ്കിൽ മലിനമാക്കപ്പെട്ട വഴികളും അതോടെ ഡ്രൈനേജ് സിസ്റ്റം തകർന്നു കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ പല വിദ്യാർത്ഥികൾ സ്പോർട്സ് ആർട്സിലേക്ക് വളരെ മികവുറ്റ വിദ്യാർത്ഥികളാണ് ഈ ക്യാമ്പസിൽ പഠിക്കുന്നത്. പക്ഷെ അവർക്ക് പോലും പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ഫണ്ട് അധിക രീതിയിൽ കിട്ടുന്നില്ല. ഇപ്പോൾ കടമുറി വാടകയിൽ 3.5 കോടി രൂപ കിട്ടാനുള്ളപ്പോൾ 5 വർഷമായി ഏകദേശം കേസാണെന്ന് പറയുന്നു. പക്ഷെ ഇതുവരെ അധികാരികൾ അത് ചെയ്തിട്ടില്ല. നമ്മൾ ആ വിവരാവകാശത്തിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിന് എന്തെങ്കിലും വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടോന്ന്. അപ്പോൾ അതിൽ കൃത്യമായി പറയുന്നുണ്ട് വീഴ്ചകൾ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ആ വീഴ്ച വന്ന അധ്യാപകരാണെങ്കിലോ അല്ലെങ്കിൽ അധികാരികളാണെങ്കിലും അവർക്കെതിരെ നടപടി ഇതുവരെ എടുത്തിട്ടില്ല. അത് തന്നെ അതിലെ അഴിമതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള കൃത്യതയില്ലാത്തതിന്റെ തെളിവാണ്. കടമുറികളുടെ വാടക കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസുകൾ നടക്കുന്നുണ്ട്. തുക കുടിശ്ശിക വർദ്ധിക്കാൻ കേസുകളാണ് കാരണമെന്ന വിശദീകരണമാണ് കോളേജിന്റേത്. മഹാരാജ സ്റ്റേഡിയത്തിലെ കടമുറികളിൽ നിന്നുള്ള വാടക കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കേണ്ടത്. കോടിക്കണക്കിന് രൂപ കുടിശ്ശികയായിട്ടും സ്ഥാപന ഉടമകളിൽ നിന്ന് എന്തുകൊണ്ട് അത് ഈടാക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. ക്യാമറ പേഴ്സൺ ജിത്തുവിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.